ഞങ്ങൾ എത്ര നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാന്ന് കരുതി ആ രാഘവേട്ടനെ കത്ത ഇവിടെ സമയത്തിന് ഉത്തരവാദിത്വത്തിൽ എത്തണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് എത്തും. അതിനിപ്പോ നിങ്ങള് കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതപ്പ പ്യാരീനെ ഒന്ന് കണ്ടുപഠിക്കും നിങ്ങള്. രാവിലെ 8 മണിക്ക് വന്നിരിക്ക അല്ലേ? അല്ല ഈ ഇന്നലെ പോയില്ലേ? ഞാൻ വരുമ്പോ ഇവിടെ ഉണ്ടേ. പെരയില് പ്രത്യേകിച്ച് ഉത്തരവാദിത്വം ഒന്നുമില്ല. വേറൊരു വിഷയം കിട്ടുന്നത് എന്താണ്? നമ്മളെ സുമേഷേട്ടന്റെ മോളില്ലേ? സുമേഷേട്ടന്റെ മോള് മറ്റാ വെള്ളപ്പാറ്റ ഒരുത്തന്റെ കൂടെ ബൈക്കിൽ പോണ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കണ്ടോ? ഇല്ല. എപ്പോ നമ്മള് കണ്ട് ഇത് പോയില്ല. ഇന്നാ അപ്പൊ ഒരു വേറെ വഴി പോയി, വേറെ വഴിക്ക് പോയി. ഒരു ചങ്ങായിന്റെ കൂടെ. ഏതാ ചങ്ങായി? ഏതോ ഒരു ചങ്ങ പരിചയമൊന്നല്ല. ഓന്റെ കൂടെ ബൈക്കിൽ കേറി അതെ എന്റെ മോയിതോ ഞാനൊരു കാര്യം പറയാം. അല്ല അത് മാത്രല്ല, ഇത് കേറുന്നതിന് മുമ്പ് ഇവിടെ ആരോടൊന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. ഏതോ ഒരുത്തനോട്, വേറെ ഏതോ ഒരുത്തനോട്. ഓനോട് പറഞ്ഞതെന്താ? പറഞ്ഞത് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് ഓളെ മൊബൈലിലേക്ക്. ഒന്ന് കാണ്. അത് കണ്ട വീഡിയോ ആണെങ്കിൽ മോയിതോ സുഗതാ, നടന്ന് നിങ്ങൾ കണ്ട് എന്തിനാവട്ടെ നമ്മളത് പറയാക്കണ്ട. ശരി കേട്ടോ, എന്തിനാവട്ടെ എന്ന് കണ്ട കാര്യല്ല, കണ്ട കാര്യം പറഞ്ഞെന്നുള്ളൂ. ഇതെന്താ ഈ ബിസയോ? നമ്മളെ നാട്ടിലൊരു പെൺകുട്ടിയാ, സുമേഷേട്ടന് പ്രായമായി. നമ്മക്കൊക്കെ ഒരു ഉത്തരവാദിത്തമില്ലേ? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ. ധാരാ പോണ ആളെ മനസ്സിലായോ? ചന്ദ്രൻ അത് വേറെ കഥ. ഞാൻ പിന്നെ പറയാം. പോയിട്ടാ പോണെന്ന് മനസ്സിലായ നമ്മളെ കണ്ടോണ്ട തലമുമ്പ് അത് ആരില്ലാന്ന് എന്തിനായിക്കോട്ടെ. ഞാൻ പറഞ്ഞു അത് പറഞ്ഞ് പറ്റാക്കണ്ട. അത് പറഞ്ഞ മിണ്ടാണ്ട് ഞാൻ പറഞ്ഞെന്തറിയോ, ഇപ്പൊ ഈ സുമേഷിന്റെ മോളുടെ കൂടെ പോയ ആളെ ഇതുവരെ നമ്മൾ ഇവിടെ എവിടെ കണ്ടിട്ടില്ലെന്ന്. അപ്പൊ അതാ പറഞ്ഞ് നിങ്ങൾ വേണ്ടാത്ത വർത്താനം പറയേണ്ട വെച്ചാലോളെ. കല്യാണം കഴിച്ചു പോകേണ്ട ഒരു പെൺകുട്ടിയാണ്. മനസ്സിലാക്കി നമ്മടെ മാന്യത നമ്മള് കാറ്റാം. എന്താപ്പ ഈ മിനിഞ്ഞാന്നാള് എന്ന് പറയുമ്പോ ഏതോ എവിടെ കേൾക്കണ ഏത് കേൾക്കനാണ് ബൈക്കായിട്ട് ഇതേമാതിരി തന്നെ വന്ന് നിൽക്കണ്ട്. ഓള് ഇതിന്റെ പുറകിൽ അങ്ങോട്ട് ശകലത്തിന്റെ മുകളിൽ അങ്ങോട്ട് കയറി അച്ഛന്റെ അടുത്ത് ഇരിക്കണ മാതിരി അങ്ങോട്ട് വയറുമ്പോ അങ്ങോട്ട് കെട്ടി പിടിച്ചിട്ട് എന്താ സുജായിയുടെ പോക്ക്. എന്നിപ്പോ നമ്മള് ഇതേമാതിരി വർത്താനം പറയുന്ന ആൾക്കാരല്ലേ. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കാമാന്നൊരവസരം ഞങ്ങളുടെ അടുത്ത് ഉണ്ടോ? എന്താ ഉണ്ടാഞ്ഞ നമ്മടെ മാന്യത മനസ്സിലാവുണ്ടോ?